ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഈ പ്രഭാതത്തിൽ 99-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. Psalms 99 വേർഡ്സ് 1, 2, 3. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. ഇവിടെ ദൈവത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേക പദം ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരവുമായ നാമത്തെ സ്തുതിക്കട്ടെ. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ഈ സങ്കീർത്തനത്തിൽ 3 തവണ ഈ പദം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും അവിടുന്ന് പരിശുദ്ധനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ പരിശുദ്ധനാണ് എന്ന് പറയുന്നതിനോട് ചേർത്ത് നമസ്കരിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് അവിടുത്തെ നമസ്കരിക്കണം. യെശയ്യാ പ്രവാചകൻ കാണുന്ന സ്വർഗീയ ദർശനത്താൽ 6 ചിറകുള്ള സാറാഭുകൾ 2 കൊണ്ട് മുഖം മൂടി 2 കൊണ്ട് പാദം മൂടി പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാണ് നിത്യം ആരാധിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. സ്വർഗീയ ആരാധനയുടെ രംഗം പരിശോധിച്ചാൽ അവിടെ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അത്യുച്ചത്തിൽ ആഘോഷിക്കുന്ന ദൂതന്മാരുടെ സാന്നിധ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. ഇവിടെ ഈ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 1-ാം വാക്യത്തിൽ പറയുന്നു, ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. അടുത്ത വാക്ക്, യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനും ആകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വലിയ വലുപ്പത്തെ ഇവിടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവിടുന്ന് പരിശുദ്ധൻ. ഹി ഈസ് ഹോളി ഹോളി ഹോളി. അവിടുന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഇന്ന് പ്രഭാതത്തിൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്. അവിടുന്ന് പരിശുദ്ധനായതുകൊണ്ടാണ് ആ ദൈവത്തിന് മുമ്പാകെ നാം വീണ് അവിടുത്തെ ആരാധിക്കുന്നത്. അവിടുത്തെ പരിശുദ്ധിക്ക് തുല്യം പറയുവാനോ തുലനം ചെയ്യുവാനോ മറ്റു ഒരു വ്യക്തിത്വവുമില്ല. അവിടുന്ന് പരിശുദ്ധിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവമാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, ഞാൻ വിശുദ്ധൻ ആകയാൽ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവം വിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഇതേ ആശയം തന്നെ നാം ദൈവത്തെ ആരാധിക്കുന്നത് അവിടുന്ന് പരിശുദ്ധനായതുകൊണ്ടാണ് എന്നുള്ളതൊരു വസ്തുതയായിട്ടിരിക്കെ തന്നെ അതിന്റെ മറ്റൊരു തലം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? 22-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാം. 22-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. 3-ാം വാക്യം, ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവിടുന്ന് പരിശുദ്ധനാ. അവിടുന്ന് ഇവിടെ വസിക്കുന്നത് ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ. ഇസ്രയേലിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അവിടുന്ന് ഉന്നതനാണ് എന്ന് പറയുമ്പോൾ അതിനുമീതെ പരിശുദ്ധനായിട്ട് അവിടുന്ന് വസിക്കുകയാണ്. പക്ഷേ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് 22-ാം സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം നമുക്കേവർക്കും അറിയാം. ഈ പരിശുദ്ധനായിരിക്കുന്ന ദൈവം ഏതവസ്ഥയിലായിത്തീർന്നു എന്നുള്ളതിന്റെ ഒരു പ്രവചന ദൃശ്യമാണല്ലോ 22-ാമത്തെ സങ്കീർത്തനം. അതുകൊണ്ട് നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനായിരിക്കുന്ന ദൈവമാണ്. എന്നാൽ ആ പരിശുദ്ധനായ ദൈവം ഏത് നിലയിലാക്കപ്പെട്ടു എന്നുള്ളതും ഇന്ന് നമ്മുടെ ആരാധനയ്ക്ക് ഒരു കാരണമായിട്ട് തീർന്നിരിക്കുകയാണ്. എന്താണ് നാം വായിക്കുന്നത്? 6-ാമത്തെ വാക്യം മാത്രം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ, നാം പരിശുദ്ധനായ ദൈവത്തെ, ദൂതന്മാർ ആരാധിക്കുന്ന, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, ഉന്നതനായിരിക്കുന്ന സർവശക്തനായ പരിശുദ്ധിയുടെ നിറകുടമായിരിക്കുന്നവനെ നാം ആരാധിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു തലം കൂടിയുണ്ട്. ഞാനോ മനുഷ്യനല്ല, കൃമിയത്രേ എന്ന് പറയത്തക്ക നിലയിൽ പരിശുദ്ധനായിരുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരു കൃമിക്ക് തുല്യമായിട്ട് തീർന്നു. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. അതേ പ്രിയപ്പെട്ടവരെ, കൽവറിയിലെ കൊലമരത്തിൽ നമുക്ക് വേണ്ടി ഒരു മനുഷ്യൻ എന്ന നിലയിലല്ല, മനുഷ്യരൂപം
പൂർണ്ണമായിട്ടും മാറ്റപ്പെട്ട് ഒരു കൃമിക്കു തുല്യമായി നമ്മുടെ കർത്താവ് ആക്കപ്പെട്ടു. അവിടുന്ന് നമുക്ക് വേണ്ടി വേദന സഹിക്കാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ ആ ക്രൂശിന്മേൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് പരിശുദ്ധനായവനെയാ. പക്ഷേ അവൻ നമുക്ക് വേണ്ടിയായി തീർന്ന വിധമാണ് നമുക്കിന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പാൻ കഴിയുന്നത്. നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കാം. ഇത്ര സ്നേഹം നമ്മോട് കാണിച്ച ദൈവത്തിന് മുമ്പാകെ സകല മഹത്വവും നമുക്ക് അർപ്പിക്കാം. കീടങ്ങളും കൃമികളുമായിരുന്ന നമ്മെ, യാതൊരു മാനുഷിക വേഷവും നമുക്കില്ലാതിരുന്നപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളാക്കി തീർക്കുവാൻ, നമ്മയും വിശുദ്ധന്മാരാക്കി തീർക്കുവാൻ പരിശുദ്ധനായവൻ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഒരു കൃമിക്ക് തുല്യമായിട്ട് തീർന്നു. ആ സ്നേഹത്തിന് മുമ്പാകെ സകല മഹത്വവും അർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആരാധനയുടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് പറയാം, നാഥ അങ്ങ് പരിശുദ്ധൻ, അവിടുന്ന് പരിശുദ്ധൻ. ആ പരിശുദ്ധിയുടെ അടുക്കിലേക്ക് എത്തുവാൻ കഴിയാതിരുന്ന ഞങ്ങളെ അവിടുത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന, ആരാധനാപാത്രമാക്കി തീർത്തതിന് സ്തോത്രം എന്ന് പറഞ്ഞ് അതരാർപ്പണമായ സ്തോത്രയാഗമർപ്പിക്കാം. അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. വിലയേറിയ നാമം ഇന്നും എന്നും എന്നേക്കും മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. മാറാതെ ഞാൻ പിൻഗമിച്ചിടുമേ, നിത്യവും ഞാൻ അവൻ സാക്ഷിയാകും. മാറാതെ ഞാൻ പിൻഗമിച്ചിടുമേ, നിത്യവും ഞാൻ അവൻ സാക്ഷിയാകും. ഇത്രയും നല്ലവനാം നാഥനെ ഇത്തരയിലെന്നും ആരാധിക്കും. ഇത്രയും നല്ലവനാം നാഥനെ ഇത്തരയിലെന്നും ആരാധിക്കും. പരിപാലിക്കും പരൻ നിന്നെ എന്നും, പതറുന്നതെന്തിനു നീ? വിശ്വാസത്തോടെ കാത്തിരിക്കൂ, വിശ്വസ്തനാം ദൈവം വഴി നടത്തും. വിശ്വാസത്തോടെ കാത്തിരിക്കൂ, വിശ്വസ്തനാം ദൈവം വഴി നടത്തും.